നമുക്കറിയാം ഇന്ത്യ എല്ലാ കാലത്തും അഭയാർത്ഥികളുടേതും അതേപോലെ തന്നെ കുടിയേറ്റക്കാരുടെയും ഒക്കെ ഒരു ഇഷ്ടകേന്ദ്രമായിരുന്നു. അങ്ങനെ അറിയപ്പെടുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയുടെ ഒരു നിർണായക തീരുമാനമുണ്ടായത്, അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ടത്. എല്ലാ അഭയാർത്ഥികൾക്കും അഭയം നൽകാൻ ഇന്ത്യ ധർമ്മശാലയല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇന്ത്യയിൽ അഭയാർത്ഥിത്വം നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് പൗരൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ ധർമ്മശാലയല്ല. അത് പറയുമ്പോൾ തന്നെ അറിയാം, ഹിമാചൽ പ്രദേശിൽ ടിബറ്റിൽ നിന്നുള്ള ഇത്തരത്തിൽ കുടിയേറ്റം ഉണ്ടായിരുന്നു. ആ കുടിയേറ്റത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് 140 കോടി ജനങ്ങൾ നിലവിൽ ഇന്ത്യയിൽ തന്നെയുണ്ട്, എല്ലാവരെയും സ്വീകരിക്കാനാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. ആ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നത് തന്നെ ഈ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. ശ്രീലങ്കൻ പൗരൻ രാജ്യം വിടണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ടായിട്ടുള്ളത്, സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായി പറയുന്നത് LTT ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഈ പൗരനെ അറസ്റ്റ് ചെയ്യുകയും പിന്നാലെ പൗരൻ ഇതിന് ഒരു ഹർജി മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ആ ഹർജിക്ക് മേലാണ് സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അഭയാർത്ഥി പ്രശ്നം ഇന്ത്യയിലേത് ഏത് തരത്തിലാണ്, എങ്ങനെയാണത് മുൻപോട്ട് പോകുന്നതെന്നുള്ളത് നോക്കാം. അഭയാർത്ഥികളുടെ ഒഴുക്ക് ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. അവിടെ നിന്ന് പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികൾ 1971 യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം അതിരൂക്ഷമാണെന്നുള്ളതാണ്. അസ്സാമിലും ത്രിപുരയിലുമുണ്ട്, ഡൽഹിയിലും ജമ്മു കാശ്മീരിലും മിസോറാമിലും കേരളത്തിലും മഹാരാഷ്ട്രയിലും ഇത്തരത്തിൽ നിരവധി അഭയാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളും അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെയും പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി പലപ്പോഴായി ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്യുന്നതാണ്. എന്തായാലും ഏറ്റവും വലിയ അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യമുള്ളത് പശ്ചിമ ബംഗാളിലാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ കണക്ക് കൂടെ പരിശോധിക്കാം. എവിടെയൊക്കെ എത്ര തരത്തിൽ എത്ര ആളുകൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതുകൂടെ നോക്കാം. ഇന്ത്യയിലെ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഗുരുതരമായി തന്നെ മാറാനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ മുൻപിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഈ കണക്കുകൾ തീരെ ചെറുതല്ല എന്നുള്ളതാണ്. നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശിനെ പറ്റി മാത്രമാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഏറിയ പങ്കും ഈ 2 കോടിയോളം ഏകദേശ കണക്കാണ്, 2 കോടിയോളം ആളുകൾ ഇന്ത്യയിൽ പാർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടിബറ്റിലേക്ക് വരികയാണെങ്കിൽ 72,000-ഓളം പേർ ചൈന ടിബറ്റ് പിടിച്ചടക്കിയതിന് ശേഷമുള്ള അനക്സേഷന് ശേഷം 72,000-ഓളം പേരാണ് ഹിമാചൽ പ്രദേശിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, കർണാടകയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. 72,000-ഓളം പേർ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അതേപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് 58,000 പേർ ഇന്ത്യയിൽ താമസിക്കുന്നു. പ്രധാനമായിട്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. റോഹിംഗ്യൻസ് 40,000-ഓളം പേരുണ്ട് എന്നുള്ളതാണ്. ഈ മ്യാൻമാറിൽ നിന്ന് വീണ്ടും ഉണ്ട്, ചിക്മ ബുദ്ധിസ്റ്റുകൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ കുടിയേറി പാർക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അഫ്ഗാനിസ്ഥാനാണ്, ഇന്ത്യയുമായിട്ട് ബോർഡർ പോലും ഇല്ലാത്ത ഒരു രാജ്യം, അല്ലെങ്കിൽ മുൻപ് ബോർഡർ ഉണ്ടായിരുന്ന ഒരു രാജ്യം. അവിടെ നിന്ന് 15,800+ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മ്യാൻമാറിൽ നിന്ന് 10,000-ഓളം ആളുകളുമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഏകദേശം 7,000-ഓളം പേരാണ് ഇന്ത്യയിൽ നിലവിൽ താമസിച്ചു വരുന്നതെന്നുള്ളതാണ്. ഇതിൽ സിഖ് അതേപോലെ തന്നെ ഹിന്ദുക്കളാണ് കൂടുതൽ എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഇവർ പൗരത്വത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ള കണക്കുകൾ കൂടെ വരുന്നുണ്ട്. എന്തായാലും ഇത്രത്തോളം ജനസംഖ്യയും ജനസാന്ദ്രതയും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് കുടിയേറ്റം വലിയ പ്രശ്നമായി സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെന്നുള്ളതാണ്.